ഇന്ന് വീട്ടിൽ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണതെന്ന് നോക്കാം. 1 കപ്പ് ബസ്മതി റൈസ് കഴുകി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം 3 പേർക്ക് കഴിക്കാനായിട്ട് ഇത് മതിയാവും. ഇതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് ഇടണം. ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിലോട്ട് ചേർക്കുക. ഇതിലോട്ട് 1.5 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കുക. റൈസ് കറക്റ്റായിട്ട് വേണം. അരി ഒരിക്കലും പൂർണ്ണമായിട്ട് വേവാൻ പാടില്ല. ഒരു 75% തൊട്ട് 80% വരെ വേവ് ആവുമ്പോൾ തന്നെ നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുക്കണം. ചൂട് മാറാനായിട്ട് 2 പ്ലേറ്റ്സിൽ മാറ്റിയിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുക. ഇത് നന്നായിട്ട് തണുത്ത ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുക. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത ബോൺലെസ് പീസാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി നമുക്ക് യൂസ് ചെയ്തിടാം. ഇത് നമുക്കൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എഗ്ഗ് സാധാരണ പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനും നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇടുക. അതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ക്യാരറ്റും ക്യാപ്സിക്കമാണ് ഞാനിപ്പോൾ എടുത്തേക്കണത്. നമുക്ക് ബീൻസ് ഉണ്ടെങ്കിൽ, ക്യാബേജ് ഉണ്ടെങ്കിലൊക്കെ ഒരു കാൽ കപ്പ് വീതം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും ആഡ് ചെയ്യണുണ്ട്. ഈ വെജിറ്റബിൾസ് നല്ലോണം കുക്കാവണ്ട. നമ്മൾ കേരള ഫുഡ് വെക്കണ പോലെ നല്ലോണം കുക്കാവണ്ട. ചൈനീസ് ഫുഡൊക്കെ അധികം വെജിറ്റബിൾസ് അങ്ങനെ വേവാറില്ല. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ എഗ്ഗും ചിക്കനും നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഇനി ചില്ലി സോസാണ് ഇടണത്. ചില്ലി സോസും സോയാ സോസും ഇട്ടേക്കണത്. എന്നിട്ട് ഈ 2 സോസുകളും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ചെറുതായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ ഫ്രിഡ്ജിൽ നമ്മൾ മാറ്റി വെച്ചിരുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ഇപ്പോൾ നല്ലോണം വിട്ട് വന്ന രീതിയിലായിട്ടുണ്ട്. റൈസ് ആഡ് ചെയ്തിട്ട് അതിലോട്ട് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോഴത്തേക്കും റൈസ് പൊടിഞ്ഞു പോകാതെ നോക്കണം. റൈസ് ഇങ്ങനെ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഫ്രിഡ്ജിൽ വെക്കണത്. അപ്പോൾ റൈസ് ഇങ്ങനെ വിട്ട് പോരും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ഫ്രൈഡ് റൈസ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.